ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ് ബൈ എമിലി ഡിക്കിൻസൺ ഒരു ചെറിയ പോയമാണ് കേട്ടോ. വളരെ ചെറിയ 3 സ്റ്റാൻസയുള്ള ഒരു പോയമാണ്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇത് ടൈറ്റിലിൻ്റെ അർത്ഥമെന്ന് നോക്കിയാലോ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ? പ്രതീക്ഷ അല്ലേ. പ്രതീക്ഷ ഒരു തിങ്ങാണ്, ഒരു കാര്യമാണ്. എന്തുള്ള കാര്യം? ഫെതേഴ്സ് ഉള്ള കാര്യം, തൂവലുകളുള്ള കാര്യം. അപ്പോൾ എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ? പ്രതീക്ഷയാണല്ലേ. അപ്പോൾ പ്രതീക്ഷ തൂവലുകളുള്ള ഒരു കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കാണ് തൂവലുകളുള്ളത്? പക്ഷികൾക്ക് അല്ലേ. അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് ചിറകുകളൊക്കെയുള്ള, തൂവലുകളൊക്കെയുള്ള, പറന്നുയരാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ നമ്മളെ പറന്നുയരാൻ സഹായിക്കുന്ന പക്ഷിയാണെന്നാണ് എമിലി ഡിക്കിൻസൺ ഈ പോയത്തിൽ പറയുന്നത്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ചിറകുകളൊക്കെയുള്ള ഒരു പക്ഷിയാണ് ഹോപ്പ്. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ടൈറ്റിൽ തന്നെയാണ് ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈൻ. ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെതേഴ്സ്. ഹോപ്പ് എന്ന് പറയുന്നത് ചിറകുകളൊക്കെയുള്ള ഒന്നാണ്, ഒരു കിളിയാണ് അല്ലേ. നമുക്ക് ആ ഒരു സൈഡിലുള്ള ആ പിക്ചറിൽ നമുക്ക് കാണാം ഹാർട്ടിനകത്ത് ഒരു ഹാർട്ട് ഷേപ്പുള്ള ഒരു സിമ്പൽ അല്ലേ, ലവ് സിമ്പൽ. അതിനകത്ത് ഒരു കിളി ഇങ്ങനെ കൂടുകൂട്ടിയിരിക്കുന്നത് കാണാം. അപ്പോൾ നോക്കിക്കേ, ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ചിറകുകളൊക്കെയുള്ള ഈ കിളി ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. സോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്. ആത്മാവിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന ഒന്നാണ് എന്ത്? ഹോപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും, ലൈഫിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും പ്രതീക്ഷയുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊക്കെ മറികടന്ന് വരാനായിട്ട്, മുന്നോട്ടെത്താനായിട്ട് പറ്റും. ഈ ചിറകുകളുള്ള പക്ഷിയെപ്പോലെ പറന്നുയരാനൊക്കെ സാധിക്കും. അതാണ് ഹോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോപ്പ് എവിടെയാണുള്ളത്? ദാറ്റ് പെർച്ചസ്, അത് കൂടുകൂട്ടിയിരിക്കുന്നു. എവിടെയാണ്? നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഓരോ പ്രതീക്ഷകളും ഉള്ളത്. ആൻഡ് സിങ്സ് ദ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കിളി പാട്ട് പാടുന്നു. എങ്ങനെയാണ്? ഒരു ട്യൂൺ അല്ലേ, ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ്, വിത്തൗട്ട് ദ വേർഡ്സ്, പക്ഷേ വാക്കുകളില്ല. ആൻഡ് നെവർ സ്റ്റോപ്സ് അറ്റ് ഓൾ. ഒരിക്കലും ആ പാട്ട് നിർത്തുന്നില്ല. അതായത് നമ്മൾ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കരഞ്ഞു തളർന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ഇവൻ ഇങ്ങനെ പാട്ട് പാടും, അല്ലെങ്കിൽ കിളി ഇരുന്ന് പാട്ട് പാടും. അതായത് ഈ പ്രതീക്ഷ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ പറയും, എന്താണ്? ഒന്നും അവസാനിച്ചിട്ടില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കും ഈ പ്രതീക്ഷ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ചിറകുകളൊക്കെയുള്ള, അല്ലെങ്കിൽ തൂവലുകളൊക്കെയുള്ള ഒരു കിളിയാണ് പ്രതീക്ഷയെന്ന് പറയുന്നത്. അത് നമ്മുടെ ആത്മാവിൽ തന്നെ, നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ആ പാട്ട് നിർത്തില്ല. അതായത് നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹോപ്പ് ഉള്ളപ്പോൾ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ ഇതാണ്. ആൻഡ് സ്വീറ്റസ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ്. എന്താ പറയുന്നത്? ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, അല്ലെ ശക്തമായ കാറ്റിനിടയ്ക്കും ഇതൊരു സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള, ഒരു മധുരമേറിയ ഒന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഗെയിൽ എന്നൊക്കെ പറയുന്നത്, അല്ലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയാണ് കേട്ടോ. ഹാർഡ് ടൈംസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്തിനെയാണ് ഈ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത്. ആ കൊടുങ്കാറ്റിലും ഒരു മധുരമേറിയ, അല്ലെങ്കിൽ എന്താണ്, നമുക്കൊരു പ്രതീക്ഷ അല്ലേ, ആ ഹോപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആൻഡ് സോർ മസ്റ്റ് ബി ദ സ്റ്റോം ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. എന്താണ്? പക്ഷേ ഒരു ചെറിയ കാറ്റല്ല, ഒരു പരിധിവരെ കാറ്റിനെയൊക്കെ തടയും. പക്ഷേ ആ കാറ്റ് ഭയങ്കരമായൊരു സ്റ്റോമാണെങ്കിൽ, സോർ മസ്റ്റ് ബി ദ സ്റ്റോം, ഭയങ്കര ശക്തമായൊരു സ്റ്റോമാണെങ്കിൽ, അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണെങ്കിൽ, ദാറ്റ് കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. ആ കൊടുങ്കാറ്റിന് ആ ലിറ്റിൽ ബേർഡിനെ പറത്തിക്കളയാനായിട്ട് പറ്റും. അതായത് എന്താണ്? ആ പ്രതീക്ഷയെ, വളരെ നമുക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്, ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് എന്താണ്? ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും അല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ തോന്നാം. ദാറ്റ് കീപ്സ് സോ മെനി വാം. അങ്ങനെ കുറേ ആളുകൾക്ക്, സോ മെനി വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അതൊരു വാമാണ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് തണലാണ്, താങ്ങാണ്. അതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റാൻസ, ഐ ഹാവ് ഹേർഡ് ഇറ്റ് ഇൻ ദി ചില്ലസ് ലാൻഡ്. ഞാൻ ഏറ്റവും ചില്ലസ് ലാൻഡ്, ഏറ്റവും തണുപ്പ് നിറഞ്ഞ പ്രദേശത്തും ഞാനതിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടെന്ന്. അതായത് ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിലും പ്രതീക്ഷ എനിക്ക് മുന്നോട്ടൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഓൺ ദി സ്ട്രേഞ്ചസ് സീ.
സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള സീ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സീ, ഒരു കടലിനടുക്ക് ഞാൻ പെട്ടുപോയപ്പോഴും ഞാനിതിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. ഈ സ്ട്രേഞ്ചസ് സീ അല്ലെങ്കിൽ ചില്ലസ് ലാൻഡ് അല്ലെങ്കിൽ ഗെയിൽ എന്നൊക്കെ പറയുന്നത്, ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, അതുപോലെ ചില്ലസ് ലാൻഡ് ഏറ്റവും ബുദ്ധിമുട്ടായ സമയം എന്നൊക്കെ പറയുന്നത് ഈ ഗെയിലും ചില്ലസ് ലാൻഡും സ്ട്രേഞ്ചസ് സീയും ഒക്കെ പറയുന്നത് എന്തിനാണ്? ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ. അപ്പോഴൊക്കെ എനിക്കൊരു ഞാൻ മുന്നോട്ട് പോകാനായിട്ട് എന്നെ സഹായിച്ചത് ഈ ഹോപ്പാണ്. യെറ്റ് നെവർ ഇൻ എക്സ്ട്രീമിറ്റിയിൽ പോലും, അതായത് ഏറ്റവും മോശപ്പെട്ട സാഹചര്യത്തിൽ പോലും ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അതായത് ഇവിടെ ക്രംബ് എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുവിനെയാണ് കേട്ടോ, ഈ ഫുഡ്സിൻ്റെയൊക്കെ ചെറിയ ചെറിയ പാർട്സിനെ. അതുപോലും എന്നോട് ആ പക്ഷി ചോദിച്ചിട്ടില്ല എന്ന്. അതായത് തിരിച്ചൊന്നും ഈ പ്രതീക്ഷ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല അല്ലേ. പക്ഷേ എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഈ പ്രതീക്ഷയാണ് എന്നെ മുന്നോട്ട് നയിച്ചത്. പക്ഷേ തിരിച്ചതൊന്നും ചോദിച്ചിട്ടില്ല. ഓവറോൾ ഈ പോയം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹോപ്പ്, നമ്മുടെ മനുഷ്യൻ്റെ ഹ്യൂമൻ ലൈഫിൽ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷയുടെ ഇമ്പോർട്ടൻസ്. നമ്മൾ എത്ര മോശപ്പെട്ട സാഹചര്യത്തിലൂടെ പോയാലും, നമ്മൾ എത്രത്തോളം കഷ്ടത അനുഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ നാളെ നമ്മൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നാളെ ഇതെല്ലാം മാറും, ഞാൻ അങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ എനിക്ക് ഇന്നടുത്ത് എത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ വെല്ലുവിളികളും നേരിടാനായിട്ട് സാധിക്കും എന്നാണ് എമിലി ഡിക്കിൻസൺ പറയുന്നത്.